അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കുതിച്ചുയരുന്നു. 2 വർഷത്തിനു ശേഷം റബ്ബർ വില വീണ്ടും 250 രൂപ കടന്ന് കുതിക്കുകയാണ്. 2024 ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് ആഗോള വിപണിയിൽ വില ഇത്രയധികം ഉയരുന്നത്. റബ്ബർ കർഷകർക്ക് ലോട്ടറി തന്നെ. സന്തോഷിക്കാൻ വകയുള്ള വാർത്ത പുറത്തുവരുന്നു. അതെ, അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കുതിച്ചുയരുകയാണ്. റബ്ബർ വില വീണ്ടും 250 രൂപ കടന്ന് കുതിക്കുന്നു. 2024 ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് ആഗോള വിപണിയിൽ റബ്ബർ വില ഇത്രയധികം വർദ്ധിക്കുന്നത്. ബാങ്കോക്കിലെ റബ്ബർ വില ഒരു ഘട്ടത്തിൽ 264 രൂപ വരെ എത്തിയെങ്കിലും നിലവിൽ 257 രൂപയിലാണ് വ്യാപാരം. ഇപ്പോഴുള്ള വിലക്കയറ്റത്തിനുള്ള പ്രധാന കാരണമായി വിദഗ്ധർ പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വാഹന വിപണിയിലുണ്ടായ ഉണർവ് തന്നെയാണ്. ഇത് മുതലെടുക്കാൻ യൂറോപ്യൻ, ചൈനീസ് ടയർ കമ്പനികൾ വൻതോതിൽ ചരക്ക് വാങ്ങിക്കൂട്ടുകയാണ്. കൂടാതെ ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവും ജാപ്പനീസ് കറൻസിയുടെ മൂല്യമിടിവും വിപണിയെ വലിയ തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ആഗോള വിപണിയിൽ ചലനങ്ങളുണ്ടെങ്കിലും കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിക്കുന്നില്ല എന്നതാണ് കർഷകരെ നിരാശപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. റബ്ബർ ബോർഡിന്റെ കണക്കുപ്രകാരം RSS 4-ന് 231 രൂപയാണ് ഇപ്പോഴുള്ള ആഭ്യന്തര വില. ടയർ കമ്പനികൾ നേരത്തെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് വിദേശത്തു നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്ത് സംഭരിച്ചതാണ് ഇവിടുത്തെ വിലക്കയറ്റത്തിനുള്ള പ്രധാന തടസ്സം. 2021 ശേഷം ആസിയൻ രാജ്യങ്ങളിൽ ചൈനീസ് കമ്പനികൾ ആരംഭിച്ച റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ മികച്ച രീതിയിൽ മുന്നേറുന്നത് ശരിക്കും അന്താരാഷ്ട്ര തലത്തിൽ ഉപഭോക്താക്കൾക്ക് മികച്ച വരുമാനം നൽകുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി വ്യത്യസ്തമായി തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂടിലായ കേരളത്തിൽ റബ്ബർ താങ്ങുവിലയും വിലസ്ഥിരതാ ഫണ്ടും പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. പുതിയ സർക്കാർ അധികാരമേറ്റാൽ താങ്ങുവില ഉടൻ 300 രൂപയാക്കി ഉയർത്തുമെന്ന വലിയ പ്രതീക്ഷയിലാണ് കർഷകരുള്ളത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.